നിലമ്പൂരിൽ ഇടത് വോട്ടിൽ ചോർച്ച സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. PV അൻവർ തെരഞ്ഞെടുപ്പിൽ ഘടകമായെന്നും LDF വോട്ടും അൻവർ പിടിച്ചെന്നും MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അഖിൽ പാലോട്ട് മഠം ഒപ്പം ചേരുന്നു. അഖിൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞത് UDFന്റെ വോട്ട് ചോർന്നു, അൻവറിന് പോയി എന്നാണ്. ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യബോധത്തോടെ തിരുത്തുന്നു MV ഗോവിന്ദൻ. കൃഷ്ണരാജ്, നിലമ്പൂരിൽ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചതൊരു റാഡിക്കലായിട്ടുള്ള പരാജയം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് മാത്രമാണ് MV ഗോവിന്ദന്റെ അല്പസമയം മുമ്പ് അവസാനിച്ച പത്രസമ്മേളനം കേട്ടിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷവും അതിനു പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്ന സമയത്തുമെല്ലാം തന്നെ MV ഗോവിന്ദൻ പറഞ്ഞത് അൻവർ നിലമ്പൂരിൽ ഒരു ഘടകമായി പോലും പ്രവർത്തിക്കില്ല എന്നതായിരുന്നുവെങ്കിൽ ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു പറയുന്നുണ്ട്. 9 വർഷക്കാലത്തെ MLA എന്ന നിലക്ക് വികസന പ്രവർത്തനങ്ങൾ, അതായത് സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ സർക്കാരിൻ്റെ നേട്ടമായി CPMന് LDFന് നിലമ്പൂരിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതെല്ലാം MLAയുടെ വികസനം എന്ന നിലക്കാണ് ആ മണ്ഡലത്തിൽ പ്രചരിപ്പിക്കാനായത് എന്നതാണ് ഒന്നാമത്തെ വിലയിരുത്തലായി CPM കണക്കൂട്ടുന്നത്. രണ്ടാമത്തെ വിലയിരുത്തലായി CPM കണക്കുകൂട്ടുന്നത് UDFന് കിട്ടിയ വോട്ടുകളെ പറ്റിയാണ്. അത് UDFന്റെ വോട്ടുകൾക്ക് പുറമെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റു വർഗീയ സംഘടനകളുടെയും എല്ലാം തന്നെ വോട്ട് ലഭിച്ചത് കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതെന്ന ഒരു വിലയിരുത്തലിലേക്കാണ് 3 ദിവസം നീണ്ടുനിന്ന CPMന്റെ സംസ്ഥാന സമിതി യോഗം അവസാനിക്കുമ്പോൾ CPM ഒരു വിലയിരുത്തലായി കാണുന്നത്. മറ്റൊന്നായി അവർ കാണുന്ന ഒരു വിലയിരുത്തൽ സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടായ ചില മികവിനെ അവർ ഉയർത്തിക്കാട്ടുന്നുണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങളിലൊക്കെ തന്നെ, ചില പരാമർശങ്ങളിലൊക്കെ തന്നെ അവിടെ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് CPMന്റെ ഒരു വിലയിരുത്തലായി അവർ അവതരിപ്പിക്കുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനമായും അവർ പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് 40,000 നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ CPMന്റെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത്. അത് 40,000. അവിടെ നിന്നും 66,000 ഓളം വോട്ട് M സ്വരാജിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. അത് സർക്കാരിൻ്റെ വിജയമായി തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ അപ്പോഴും ഉള്ള ഒരു ചോദ്യം, ഇതിനു മുമ്പ് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്, അതായത് സ്വരാജിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥി, അതായത് 2 ടേമിന് മുമ്പ്, അതായത് 10 വർഷത്തിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് P. ശ്രീരാമകൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ പോലും 60,000 വോട്ട് നിലമ്പൂരിൽ LDFന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് നിലമ്പൂരിൽ ഒരു വോട്ട് ചോർച്ച ഉണ്ടായി. പരാജയത്തെ പക്ഷേ അത് ഉൾക്കൊള്ളാൻ CPM തയ്യാറാകുന്നില്ല എന്ന് പല കണക്കുകളും നിരത്തി, പല വാദങ്ങളും നിരത്തി അത് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് CPM ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കുന്നത്, ഒരു സാധാരണക്കാരന് മനസ്സിലാക്കുന്നത് CPM നിലമ്പൂരിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ CPMന് ഇപ്പോഴും അത് റാഡിക്കലായിട്ടും ഭൗതികമായിട്ടും താത്വികമായിട്ടും ഒക്കെ തന്നെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിജയമുണ്ട്. അത് ഇപ്പോഴും M സ്വരാജ് വിജയിച്ചു എന്ന തരത്തിലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം. പൊതുമണ്ഡലത്തിൽ നിന്ന് കേട്ടാൽ ചിലപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിപ്പോകും. കാരണം അവിടെ വോട്ട് വർധനവുണ്ടായി, മുൻവർഷത്തേക്കാൾ വോട്ട് കൂടുതലായിട്ട് ഉയർന്നു. അത് മതനിരപേക്ഷത വോട്ടുകളാണ്, സർക്കാരിന് ലഭിച്ച സർക്കാരിൻ്റെ വിജയ നേട്ടത്തിനുള്ള വോട്ടാണ്, 3ാം തവണയും അധികാരത്തിലെത്താൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള വോട്ടാണ് എന്നൊക്കെയായിരുന്നു മാഷെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. എന്തായാലും നിലമ്പൂരിൽ അൻവർ, LDFനെ സംബന്ധിച്ചിടത്തോളം LDFന്റെ വോട്ടും അൻവർ നേടിയിട്ടുണ്ട് എന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. അൻവർ ഒരു ഘടകമായി പ്രവർത്തിച്ചു എന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. 9 വർഷക്കാലത്തെ MLA എന്ന നിലയിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളെ സർക്കാരിന് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചില്ല എന്ന പരാജയം അവർ വിലയിരുത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ സംഘടനാപരമായ, CPMന്റെ സംഘടനാപരമായ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും CPM സംസ്ഥാന സമിതി യോഗം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാപരമായ വീഴ്ചകളെ ഒക്കെ പറ്റി തന്നെ ഏരിയ തലത്തിലും ജില്ലാ നേതൃയോഗത്തിലും ചർച്ച ചെയ്യണമെന്നൊരാവശ്യം കൂടി CPM സംസ്ഥാന സമിതി യോഗത്തിൽ ഒരു തീരുമാനമായി ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയം അത് പാർട്ടിക്കുള്ളിൽ, സംഘടനയ്ക്കുള്ളിൽ വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. എത്രയൊക്കെ ന്യായീകരിക്കാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായിട്ടും അതിന്, അല്ലെങ്കിൽ ആ ന്യായീകരണത്തെ ഒന്നും തന്നെ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൃഷ്ണരാജ്, ശരി, നിലമ്പൂരിൽ ഇടത് വോട്ടിൽ ചോർച്ചയുണ്ടായി എന്ന് സമ്മതിച്ചു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതിൽ പല വോട്ടുകൾ
അൻവറിന് പോയി എന്നും വിലയിരുത്തപ്പെടുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ട് മഠം.